എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ റിവെഞ്ച് മൈൻഡുമായിട്ട് വന്ന ആ മുടിയനെ നമ്മുടെ മാർഷൽ ആർട്സ്മാൻ ആളാണെങ്കിൽ ആളുടെ പവർ ഉപയോഗിച്ച് അവനെ പൂർണ്ണമായിട്ടും നോക്കൗട്ട് ചെയ്യും. ശേഷം അവനെ തൂക്കിയെടുത്ത് ആ എൽഡറിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എൽഡർ ആണെങ്കിൽ മാർഷൽ ആർട്സ്മാനെ ഒരുപാട് ചീത്ത പറഞ്ഞ് വെല്ലുവിളിച്ച് അവനുമായിട്ട് അങ്ങനെ കടന്നു പോകും. അതിനുശേഷം നമ്മുടെ ഗോകു അവനാണെങ്കിൽ ആ നീലപ്പെണ്ണുമായിട്ട് ഒരിഞ്ഞ അട്ടിയിടി ബഹളം. ഫൈറ്റിന്റെ അവസാനമാണ് അവൾ ചീച്ചിയാണെന്നും ഓൾറെഡി നമ്മുടെ ഗോകു അവളെ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞ് അവളെ ഇച്ചിട്ടുണ്ടെന്നുള്ള കാര്യമെല്ലാം തന്നെ ഗോകു മനസ്സിലാക്കുന്നത്. ഗോകു ആണെങ്കിൽ അവളെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം അവളെ പ്രപ്പോസ് ചെയ്യുകയാണ്. അവളാണെങ്കിൽ ഹാപ്പിയായി മാരേജിനുള്ള അറേഞ്ച്മെന്റ്സിന് ഗോകുവിനോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് കടന്നു പോകും. അതിനുശേഷം നമ്മുടെ മൊട്ടപ്പൻ അവനാണെങ്കിൽ ഇപ്പൊ മൂന്നാമത്തെ റൗണ്ട് മത്സരത്തിന് വേണ്ടി വേദിയിലേക്ക് കടന്നു വരികയാണ്. അവന്റെ ഓപ്പണന്റ് അത് മറ്റാരുമല്ല, എല്ലാവരും ഭയത്തോടുകൂടെ കാണുന്ന ആ മോൺസ്റ്റർ. പക്ഷേ ആരാണെന്നുള്ള രഹസ്യം അത് ഗോകുവിനും മാർഷൽ ആർട്സ്മാനും മാസ്റ്ററിനും മാത്രമാണ് അറിയാവുന്നത്. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ആദ്യം അവനെ അറഞ്ചും പുറഞ്ഞും തല്ലും. മൊട്ടപ്പന്റെ പവറൊക്കെ കണ്ട് എല്ലാവരും ഇംപ്രസ്ഡ് ആവും. മോൺസ്റ്ററും മൊട്ടപ്പന്റെ പവർ ആസ്വദിച്ച് അവനെ ആഞ്ഞടിക്കുകയാണ്. കൺട്രോൾ പോയ മൊട്ടപ്പൻ അവൻ താഴേക്ക് വീഴും. പക്ഷെ ജസ്റ്റ് മിസ്സിന് അവൻ അങ്ങനെ കൺട്രോൾ ചെയ്ത് നിന്ന് ഇപ്പൊ സ്റ്റേജിലേക്ക് വന്ന് ലാൻഡ് ആവുകയാണ്. നമ്മുടെ മൊട്ടപ്പന്റെ ഇമ്പ്രൂവ്മെന്റ് കണ്ട് മാസ്റ്റർ റോഷി പോലും ഒരു സെക്കൻഡ് വണ്ടറടിക്കും. ഇവിടെ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ മൊട്ടപ്പനെ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. എന്റെ യഥാർത്ഥ പവർ അത് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ എന്റെ പവർ അത് റിലീസ് ചെയ്യും. ഗോകു ആണെങ്കിൽ ആ കാര്യം മൊട്ടപ്പനോട് പറയും. നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം, ഇങ്ങനെയുള്ള സമയത്ത് അവൻ ഒരു സാധാരണ ഓപ്പണന്റ് അല്ല. ഇവിടെ മാർഷൽ ആർട്സ്മാൻ ആണെങ്കിൽ അവന്റെ പവർ സെൻസ് ചെയ്ത് ഷോക്കാവും. കാരണം അത് വളരെയധികം കൂടുതലും പവർഫുള്ളും ആണ്. എന്റെ ലൈഫിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ് എന്നെ വെല്ലുവിളിക്കുക എന്നത്. അത് കേട്ട് ഇപ്പൊ മൊട്ടപ്പന്റെ ദേഷ്യം ഇരട്ടിയാവും. അവനാണെങ്കിൽ ഇപ്പൊ മൊട്ടപ്പനെ നോക്കി കളിയാക്കി ചിരിക്കും. അതിന് മൊട്ടപ്പനാണെങ്കിൽ നിന്റെ ചിരി നിർത്ത് ചെയ്ത് നിന്റെ പവർ എന്താണെന്ന് കാണിക്കുന്നു പറഞ്ഞ് മൊട്ടപ്പനാണെങ്കിൽ അവന്റെ പിന്നാലെ പോയി അവൻ ഇടിച്ചുകൊണ്ടേയിരിക്കും. ആ മോൺസ്റ്റർ ആണെങ്കിൽ ഒരു വെള്ള തുണി അവന്റെ മുൻപിൽ അങ്ങനെ വിരിച്ചു പിടിച്ച് മൊട്ടപ്പന്റെ ഇടി മുഴുവനും ഒരു കൂസലും ഇല്ലാതെ വാങ്ങി മൊട്ടപ്പനെ തിരിച്ചിരുന്നു പഞ്ച് ചെയ്യും. മൊട്ടപ്പനാണെങ്കിൽ വീണ്ടും അവനോട് ചോദിക്കും, എവിടെ നിന്റെ റിയൽ പവർ, അതെന്നോട് കാണിക്കേ, ഞാൻ എന്തിനും തയ്യാറാണ്. അതിന് മോൺസ്റ്റർ പറയും, ഓ നീ ഞാൻ കരുതിയതിലും വളരെയധികം സ്മാർട്ടാണ്, നിനക്ക് ആ പവർ കാണണോ അല്ലേ, നിനക്ക് ആയാലും നീ ആ പവർ കാണാൻ പോവാണ്. പക്ഷെ ഇപ്പം ഞാൻ നിന്നെ കൊല്ലില്ല, എൻ്റെ ലക്ഷ്യം അത് പൂർത്തിയായതിനു ശേഷം മാത്രം നിന്നെ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ വീണ്ടും അവന്റെ പവർ റിലീസ് ചെയ്ത് കൈ അങ്ങനെ ചുരുട്ടും. കയ്യിലാണെങ്കിൽ വലിയൊരു പവർ അത് ക്രിയേറ്റ് ആവും. ചുറ്റുമുള്ളവരെല്ലാവരും സൈലന്റ് ആയിട്ട് നോക്കി നിൽക്കുകയാണ്. അടുത്ത നിമിഷം ഒരു കാറ്റാടി അത് സ്പീഡിൽ കറങ്ങുമ്പോൾ ഇവിടെ മറ്റെല്ലാം തന്നെ ഞൊടിയിടയിൽ അങ്ങനെ ഇരുണ്ടുകൂടി വലിയ ശബ്ദത്തിൽ ഇടിയും മിന്നലും ഒക്കെ അടിക്കാനായിട്ട് തുടങ്ങും. മൊട്ടപ്പനാണെങ്കിൽ അവന്റെ അറ്റാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. മാസ്റ്ററിനും ഗോകുവിനും നമ്മുടെ ആൾക്കാർക്കും എല്ലാം തന്നെ ഹാർട്ട് ബീറ്റ് കൂടി വരികയാണ്. അടുത്ത നിമിഷം ആ മോൺസ്റ്റർ ആണെങ്കിൽ അവന്റെ കൈ അങ്ങനെ നീട്ടി ഗോകുവിന്റെ കാൽ പിടിച്ച് വലിക്കും. മാൻ ആണെങ്കിൽ മൊട്ടപ്പനോട് എങ്ങനെയെങ്കിലും ദൂരേക്ക് മാറാൻ പറയും. പക്ഷെ അവനെ കൊണ്ട് കഴിയില്ല. അവനാണെങ്കിൽ ഗോകുവെ ആഞ്ഞടിച്ച് ദൂരേക്ക് വലിച്ചെറിയും. പക്ഷേ ഗോകുവനാണെങ്കിൽ ആ ചുമരിൽ പോയി അങ്ങനെ റിട്ടേൺ വന്ന് അവനെ ഇടിക്കാൻ ശ്രമിക്കുകയാണ്. ആ മോൺസ്റ്റർ ആണ് അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അങ്ങനെ വെട്ടിത്തെറിപ്പിച്ച് ഇപ്പോ മൊട്ടപ്പന്റെ ചെസ്റ്റിൽ ചവിട്ടി അവനെ മുകളിലേക്ക് തെറിപ്പിക്കുകയാണ്. അതിനുശേഷം അവന്റെ പിന്നാലെ പോവും. മൊട്ടപ്പനാണെങ്കിൽ ഒരു ട്വിസ്റ്റ് അത് പ്രതീക്ഷിച്ചതല്ല. അവന്റെ ചെസ്റ്റിന് ഒരുപാട് വേദന. മോൺസ്റ്റർ ആണെങ്കിൽ ക്ലോസ് എത്തേണ്ട താമസം. മൊട്ടപ്പനാണെങ്കിൽ അവന്റെ ഹാമേ പവർ അത് ഉപയോഗിക്കുകയാണ്. പക്ഷെ ഞൊടിയിടയിൽ അവൻ അങ്ങനെ സ്വിച്ച് ചെയ്ത് മാറുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ തിരിഞ്ഞു നോക്കും, അവനെ കാണാനില്ല. ഗോകു ആണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, മൊട്ടപ്പ അത് വലിയൊരു ട്രാപ്പാണ്, അവൻ നിന്റെ തൊട്ടു പുറകിലുണ്ട്. മൊട്ടപ്പ മുകളിലേക്ക് നോക്കും, അവൻ കൈ ചുരുട്ടി ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ മൊട്ടപ്പൻ അത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണ് ആ ഫ്ലോർ പോലെ തകർന്നു പോവാണ്. മൊട്ടപ്പനാണെങ്കിൽ അനക്കമില്ല. ആ മോൺസ്റ്റർ ആണെങ്കിൽ മൊട്ടപ്പന്റെ അടുത്തേക്ക് വരും. ഓ ബാഡ് ലക്ക്, നിന്നെ ഇത്ര വേഗം കൊല്ലാൻ പാടില്ല, ഞാൻ കരുതിയതാണ്. പക്ഷെ സിറ്റുവേഷൻ അത് വളരെ മോശമായി പോയിന്ന് പറയും. പക്ഷേ അവനെ ഞെട്ടിച്ചുകൊണ്ട് മൊട്ടപ്പൻ വീണ്ടും എഴുന്നേൽക്കുകയാണ്. പക്ഷേ മൊട്ടപ്പനാണെങ്കിൽ ആരോഗ്യമില്ല. അതുകൊണ്ട് തന്നെ അവൻ തോൽവി സമ്മതിക്കും. ഗോകു ആണെങ്കിൽ മൊട്ടപ്പനെ പതിയെ എഴുന്നേൽപ്പിക്കും. നീ ശരിക്കും അടിപൊളിയാണ്, നിന്റെ പവർ കണ്ട് ഞാൻ പോലും അതിശയിച്ചു, നീ ഒരുപാട് ഡെവലപ്ഡ് ആയെന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ അവനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്ത് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. നമ്മുടെ ആൾക്കാരും ജനങ്ങളെല്ലാവരും സപ്പോർട്ട് കൊടുക്കുക മൊട്ടപ്പനാണ്. മാസ്റ്റർ ആണെങ്കിൽ ഒരു സെക്കൻഡ് മൊട്ടപ്പൻ ആദ്യമായിട്ട് അവിടേക്ക് വന്നതും അവനെ ശിഷ്യനാക്കണമെന്ന് മാസ്റ്ററിനോട് റിക്വസ്റ്റ് ചെയ്തതും അതെല്ലാം ആലോചിക്കുകയാണ്. വളർച്ച കണ്ട് ഇപ്പൊ മാസ്റ്ററിന് ഒരുപാട് അഭിമാനം. ഹാൻസം ബോയ് ആണെങ്കിൽ അവനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്ത് അവരവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോൾ അവിടുത്തെ വർക്കേഴ്സ് അവരാണെങ്കിൽ ആ സ്റ്റേജ് ആണെങ്കിൽ ക്ലിയർ ചെയ്യും. പിന്നീട് മത്സരമാണെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, ഫൈനലിന് മുൻപുള്ള അവസാനത്തെ സെമി ഫൈനൽ മത്സരം അതാണ് ഇനി നടക്കാൻ പോകുന്നത്. സോ സെമി ഫൈനൽ റൗണ്ടിലേക്ക് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഹാൻസം ബോയും അതുപോലെ തന്നെ
കണ്ണാടിപ്പയ്യൻ അപ്പാപ്പനും രണ്ടുപേരും ഇപ്പോൾ ഗോതയിലേക്ക് കടന്നു വരികയാണ്. ഹാൻസം ബോയ് ആണെങ്കിൽ ഇപ്പോൾ വാമപ്പൊക്കെ ചെയ്ത് അങ്ങനെ ഹായ് ആയിട്ട് കടന്നു വരും. മൊട്ടപ്പനാണെങ്കിൽ ഇപ്പോൾ ഹാൻസം ബോയോട് പറയും, വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പോയി തോറ്റ് തുന്നമ്പാടി തിരിച്ചു വരരുത്, ഉറപ്പായിട്ടും നീ ഇതിൽ ജയിക്കണം. അതിന് ഹാൻസം ബോയ് പറയും, എനിക്ക് 2 സെക്കൻഡ് മതി അപ്പാപ്പനെ തോൽപ്പിക്കാൻ. ഇവിടെ നമ്മുടെ റാബിറ്റിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവനാണെങ്കിൽ വാലൊക്കെ ആട്ടി കാണിച്ച് അവന്റെ സന്തോഷം അറിയിക്കുകയാണ്. പന്നിക്കുട്ടനാണെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെടില്ല. ഇതിലേക്ക് വന്ന ഉടൻ ഇപ്പോൾ കണ്ണാടിക്കാരൻ അപ്പാപ്പനാണെങ്കിൽ ഹാൻസം ബോയോട് നമസ്കാരമൊക്കെ പറയും. അപ്പോൾ ദൂരത്തായിട്ട് ഉണ്ടപ്പനാണെങ്കിൽ ഇപ്പോൾ ആ ഒരു വയസ്സനെ തന്നെ നോക്കുകയാണ്. ഓ നോ, അവൻ നമ്മൾ കരുതും പോലെയല്ല. ഗോകുവിൻ്റെ ഫ്രണ്ടിനെ മിക്കവാറും ആ ഒരു കണ്ണാടി അപ്പാപ്പൻ തോൽപ്പിക്കും. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ഗോകുവിനോട് പറയും, നിനക്ക് ആളെ കണ്ടിട്ട് എന്താ ഫീൽ ചെയ്യണേ? അതിന് ഗോകു പറയും, എനിക്കൊരു സ്ട്രേഞ്ച് ഫീല് ഇതിൽ നിന്നുണ്ടാവുന്നുണ്ട്. ആൾക്ക് മറ്റൊരു പവർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ബൊൽമയാണെങ്കിൽ വിളിച്ചു പറയും, ഹാൻസം ബോയ് ഒരു കാരണവശാലും നീ അപ്പാപ്പനെ കൊല്ലരുത്. ഇവിടെ അപ്പാപ്പനാണെങ്കിൽ ഹാൻസം ബോയോട് നമുക്ക് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്താലോ ചോദിക്കും. അതിന് ഹാൻസം ബോയ് ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയും. അപ്പാപ്പനാണെങ്കിൽ കോമാളി കളിച്ച് ഹാൻസം ബോയുടെ ചുറ്റും ഒരു റൗണ്ട് അങ്ങനെ റൗട്ട് ചെയ്ത് വരികയാണ്. അപ്പാപ്പന്റെ കോമാളി കളി കണ്ട് ഇപ്പൊ ജനങ്ങളെല്ലാവരും പൊട്ടിച്ചരിക്കും. അപ്പാപ്പനാണെങ്കിൽ ആദ്യത്തെ പഞ്ച് ചെയ്യാനായിട്ട് അങ്ങനെ ഓടി അടുക്കും. അപ്പം ക്ലോസ് എത്തുന്ന താമസം ഹാൻസം ബോയ് ആണെങ്കിൽ അങ്ങനെ തെന്നി മാറുകയാണ്. അപ്പാപ്പനാണെങ്കിൽ അടിച്ചു വീഴും. പക്ഷെ ആ ഗ്യാപ്പിൽ അപ്പാപ്പൻ പുറകിലേക്ക് കാല് നീട്ടി കിക്ക് ചെയ്യും. ആ ഒരു കിക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഹാൻസം ബോയുടെ വയറ്റിൽ കൊണ്ട് അവൻ വേദന കൊണ്ട് പൊളയാണ്. എല്ലാവരും അത് കണ്ട് വീണ്ടും പൊട്ടിച്ചിരിക്കും. അപ്പാപ്പനാണെങ്കിൽ പതിയെ എഴുന്നേറ്റ് വരും. ഉള്ളവരെല്ലാവരും അത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ഇവിടെ ഹാൻസം ബോയ്ക്കാണെങ്കിൽ കാര്യം മനസ്സിലാവും. ഇയാൾക്ക് എന്തോ ഒരു ചെറിയ പവർ ഉണ്ട്. പക്ഷെ ആളൊരു മന്ദബുദ്ധിയാണ്. ഇയാളെ ഹേർട്ട് ചെയ്യേണ്ട, നൈസായിട്ട് കിക്ക് ചെയ്ത് ഈ ഒരു ഗ്രൗണ്ടിന്റെ പുറത്തെത്തിക്കണം. അങ്ങനെയാണെങ്കിൽ ആൾക്ക് ഹേർട്ട് ആവില്ല, ഞാൻ ഈ മത്സരത്തിൽ ജയിക്കും. സോ ഹാൻസം ബോയ് ആണെങ്കിൽ ഇപ്പോൾ ആ വയസ്സായ അപ്പാപ്പനോട് പറയും, നിങ്ങൾ എന്നോട് ഒന്നും തോന്നരുത്, ഇതൊരു മത്സരമാണ്, എനിക്ക് മത്സരത്തിൽ വിജയിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അടുത്ത കിക്കിന് റെഡിയാവും. ഹാൻസം ബോയ് ആണെങ്കിൽ ചവിട്ടാനായിട്ട് അങ്ങനെ എടുത്തു ചാടും. ആ ഒരു അപ്പാപ്പനാണെങ്കിൽ കുനിയും. അവൻ തൊട്ട് മുകളിൽ എത്തേണ്ട താമസം തല എങ്ങനെ മുകളിലേക്ക് ഉയർത്താണ്. തല വന്ന് അവന്റെ ചുക്കാമണിയിൽ ഇടിച്ച് അവനാണെങ്കിൽ വേദന കൊണ്ട് പൊളയാനായിട്ട് തുടങ്ങും. ചുറ്റുമുള്ളവർക്ക് കാഴ്ച കണ്ട് ചിരി അടക്കാനായിട്ട് കഴിയില്ല. ബൊൽമയ്ക്കാണെങ്കിൽ അല്പം ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷെ ഇവിടെ റോഷിക്ക് മനസ്സിലാവും, ഒന്നും അബദ്ധത്തിൽ സംഭവിക്കുന്നതല്ല. കണ്ണാടിക്കാരൻ അപ്പാപ്പൻ ഡെലിബറേറ്റ്ലി ആണ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. ഇവിടെ ഗോകുവിനും ആ കാര്യം പിടികിട്ടും. ഇവിടെ ജനങ്ങളെല്ലാവരും അപ്പാപ്പന് കട്ട സപ്പോർട്ട് കൊടുക്കാനായിട്ട് തുടങ്ങും. അപ്പാപ്പനാണെങ്കിൽ ഇപ്പോൾ ഹാൻസം ബോയോട് പറയും, ഐ എം സോറി, ഇത് നീ പേഴ്സണലായിട്ടൊന്നും എടുക്കരുത്. അതിന് ഹാൻസം ബോയ് ആണെങ്കിൽ അപ്പാപ്പനോട് പറയും, നിങ്ങൾക്ക് ചെറിയ എന്തോ എബിലിറ്റിയും നല്ല ലക്കും ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇതിന് കഴിയുന്നത്. സോ ഒരിക്കലും നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, നിങ്ങളൊരു ഫൈറ്റർ അല്ല. അത് കേൾക്കേണ്ട താമസം അപ്പാപ്പൻ ഞൊടിയിടയിൽ ഒരുപാട് സ്പീഡിൽ അങ്ങനെ പാഞ്ഞു വന്ന് ഒരൊറ്റ കിക്ക്. ആ ഒരു കിക്കിൽ ഹാൻസം ബോയ് ആണെങ്കിൽ അടിച്ചു വീഴും. ഹാൻസം ബോയ് ടേൺ ചെയ്ത് ഇപ്പൊ അപ്പാപ്പനോട് ചോദിക്കും, സത്യം പറയും, നിങ്ങൾ ആരാ? ഉണ്ടപ്പനാണെങ്കിൽ വിളിച്ചു പറയും, ഞാൻ കരുതിയതുപോലെ തന്നെ ആ കിളവനൊരു വിഡ്ഢിയല്ല, ആള് ഭയങ്കര പവർഫുൾ ആണ്. ഇവിടെ ഹാൻസം ബോയും അത് തിരിച്ചറിയും, നിങ്ങളൊരു മാസ്റ്ററാണ്, വെറും ഒരു വിഡ്ഢിയെ പോലെ അഭിനയിച്ച് നിങ്ങൾ എല്ലാവരെയും മണ്ടനാക്കുകയാണെന്ന് പറഞ്ഞ് ഹാൻസം ബോയ് ആണെങ്കിൽ നിർത്താതെ ആളെ പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ആളാണെങ്കിൽ ഹായ് ആയിട്ട് അതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്ത് അവനെ ഇടിച്ച് താഴെ ഇടുകയാണ്. മാസ്റ്റർ റോഷിക്ക് അത് വിശ്വസിക്കാൻ പോലും കഴിയില്ല. ഓ നോ, ഇവൻ ആരാണ്? സത്യത്തിൽ ഇങ്ങനൊരാളെ കുറിച്ച് ഞാൻ എവിടെയും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാവരും വരുന്ന് അത്ഭുതത്തോടു കൂടെ ആ ഒരു വയസ്സനെ ആളെ നോക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.